യുദ്ധത്താൽ തകർന്ന ഗാസ മുനമ്പ ഏറ്റെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. തങ്ങൾ അത് ഏറ്റെടുത്ത് വികസിപ്പിക്കുമെന്നും സ്വന്തമാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഗാസയുടെ ദീർഘകാല US ഉടമസ്ഥത താൻ കാണുന്നുവെന്നും US പ്രസിഡന്റ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ട്രംപിനൊപ്പം സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ ആശയം ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണെന്നും ട്രംപ് ഗാസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭാവനം ചെയ്യുന്നുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ഇസ്രയേലും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും 2023 ഒക്ടോബർ മുതൽ അടുത്തിടെയുണ്ടായ വെടിനിർത്തൽ വരെ ഗാസയിൽ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. തന്റെ വികസന പദ്ധതിക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ ഗാസയിൽ താമസിക്കുന്നത് താൻ സങ്കല്പിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഭാവിയിൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ഗാസ, ഇസ്രയേൽ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതിനിടെ ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച തുടങ്ങിയതായി ഹമാസ് അറിയിച്ചു. ടെലിഗ്രാം ആപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൌവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനങ്ങൾക്കുള്ള പാർപ്പിടം, സഹായ വിതരണങ്ങൾ, ഗാസ പുനർനിർമ്മാണം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഹമാസ് ആശങ്കാകുലരാണ്. വെടിനിർത്തൽ കരാറിലെ മനുഷ്യത്വപരമായ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഒഴിഞ്ഞുമാറുകയും തടയുകയുമാണ്. ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭ്യമാക്കേണ്ട മാനുഷിക വിഷയങ്ങളാണ്. അതൊന്നും ഇസ്രയേലെ വൈകിപ്പിക്കുന്നത് സമ്മതിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ ഈ പ്രസ്താവന. ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നും ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്ത് വലതുപക്ഷ എതിർപ്പ് ശക്തമാകുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രീതി ഇടിയുകയും ചെയ്തിരിക്കുകയാണ് നെതന്യാഹുവിന്റെ ഈ കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശയാത്ര കൂടിയാണിത്. നിലവിൽ വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്നും ഭാവിയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ഗാസ വെടിനിർത്തൽ 2ാം ഘട്ട ചർച്ച ആരംഭിക്കാനിരിക്കെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു. വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ മേഖലകളിലെ നഗരങ്ങൾ, പട്ടണങ്ങൾ എന്നിവ വളഞ്ഞുള്ള ആക്രമണത്തിൽ ഡസൻ കണക്കിന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി വൈദ്യസഹായ രംഗത്തെ രാജ്യാന്തര സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പറഞ്ഞു. 26,000-ഓളം പലസ്തീൻകാർ അവിടെ നിന്നും പലായനം ചെയ്തു. ഇസ്രയേൽ ബോംബിംഗിൽ 180 വീടുകളാണ് തകർന്നത്. ഇസ്രയേൽ ഉപരോധം മൂലം ജനിൻ, തുൽക്കരം എന്നിവിടങ്ങളിൽ വെള്ളമോ ഭക്ഷണമോ ഇല്ല. റോഡുകളെല്ലാം സൈന്യം അടച്ചതിനാൽ പലസ്തീൻകാരുടെ സഞ്ചാരവും തടസ്സപ്പെട്ടെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അറിയിച്ചു. വെസ്റ്റ് ബാങ്കിലെ തൈസർ ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിൽ ഇസ്രയേൽ സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായി. 6 പേർക്കാണ് പരിക്കേറ്റത്. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ തോക്കുധാരി കൊല്ലപ്പെട്ടു. അതേസമയം വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഗാസയിലെ സമാധാനത്തിന് അധിക ആയുസ്സില്ലെന്ന സൂചനയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയത്. സൗദി അറേബ്യ ഇസ്രയേൽ ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇറാൻ ആണവ പദ്ധതി, ഗാസ വെടിനിർത്തൽ 2ാം ഘട്ടം എന്നിവയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുക. ഇസ്രയേലിൽ ജനപിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നെതന്യാഹു അഴിമതി കേസുകളുടെ വിചാരണയ്ക്ക് നടുവിലാണ്. ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ തീവ്ര നിലപാടുകാരായ ഘടകകക്ഷികളുടെ സമ്മർദ്ദവും നെതന്യാഹു നേരിടുന്നുണ്ട്. ഇതിനിടെ ഇസ്രയേലിൽ ജനപ്രീതിയുള്ള ട്രംപുമായുള്ള കൂടിക്കാഴ്ച നേട്ടമാക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.